ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. സർവഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഭഗവാന്റെ കൃപയും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ നാരായണീയം കഴിഞ്ഞ ദശകം 66 വായിച്ചു. ഒടുക്കൽ നമ്മൾ വായിച്ചത് ഗോപസ്ത്രീകളെല്ലാം ഭഗവാനടുക്കിലേക്ക് വന്നു. ഭക്തിയിൽ ഭഗവാനോട് ചേർന്ന് ലയിക്കാനുള്ള അവസരം ഭഗവാൻ ഒരുക്കി കൊടുത്തു. കാരണം നിങ്ങൾ എന്തിനാ വന്ന് ഇവിടേക്ക് വീടുകളിലേക്ക് പോകാൻ പറയുമ്പോൾ അങ്ങനെ പറയല്ലേ കൃഷ്ണ, ഞങ്ങളെ അങ്ങനെ കഷ്ടപ്പെടുത്തരുതേ. അങ്ങയോടുകൂടെ അതായത് ആനന്ദ ലഹരി ക്രീഡ നടത്താനായിട്ടാണ് അവരിങ്ങനെ വന്നത്. ഭഗവാൻ അതിനൊത്തു നിന്നു ഭഗവാന്റെ ശക്തിയാൽ. കാരണം അവർക്ക് ബ്രഹ്മാനന്ദാനുഭൂതി എന്തെന്ന് അവർക്കറിയത്തില്ല. അവർ ഈ ലോക ജീവിതത്തിൽ ജീവിക്കുന്നവരാണ്. അത് വരണമെങ്കിൽ ഭക്തി വർദ്ധിച്ച് അങ്ങനെ ആയിത്തീരുമ്പോഴാണ്. അതുകൊണ്ട് ഭഗവാന്റെ കൃപയാൽ അവരെ ബ്രഹ്മാനന്ദാനുഭൂതി അനുഭവിപ്പിച്ചു. അങ്ങനെ അതെന്തെന്ന് വെച്ചാൽ ഭഗവാന്റെ കൃപയോടെ എന്ന് വെച്ചാൽ അറിഞ്ഞുകൂടാത്ത എനിക്ക് കുട്ടിനാളിൽ അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ചു അനുഗ്രഹം തന്നപ്പോൾ ഞാൻ ധ്യാനിച്ചപ്പോൾ എനിക്ക് പ്രകാശങ്ങളൊക്കെ കാണാൻ ഇടയായി. അത് എൻ്റെ ഭക്തി കൊണ്ടോ ഒന്നുമല്ല. അച്ഛൻ്റെ എന്തോ യഥാർത്ഥ ഒരു ഗുരുവിനെ കൊണ്ടേ അത് നടക്കുള്ളൂ. അതുപോലെ ഇവിടെ പരമാത്മാവായ ഭഗവാൻ നാരായണനാണല്ലോ, ബ്രഹ്മമൂർത്തിയാണല്ലോ. എന്തും വിചാരിച്ചാൽ സാധിക്കാവുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഭഗവാന്റെ കൃപയാൽ ആ ഗോപസ്ത്രീകൾ ആനന്ദത്തിൽ ആറാടി പരമാനന്ദാനുഭൂതി അനുഭവിച്ചു. അങ്ങനെ ഭഗവാനും അവരും അത്രമാത്രം ചേർന്ന് ലയിച്ചു. അത് പോകെ എന്ത് വന്നു? ഇനി അടുത്ത ദശകത്തിൽ പറയുന്നത് അവർക്ക് അഹങ്കാരം വന്നു. കാരണം ഇന്ന് നമുക്കറിയാം പല മനുഷ്യരുടെയും പല രീതിയിലാണ്. ചിലർക്ക് കിട്ടുന്തോറും താഴ്മയുണ്ടാവും, ചിലർക്ക് കിട്ടാത്തത് കിട്ടുമ്പോൾ എന്ത് വരും? അഹങ്കാരം വർദ്ധിക്കും. പിന്നെ ചുവടെല്ലാം അങ്ങ് മറന്നു പോകും. ഞാൻ ആര് എന്നുള്ള ചിന്ത പോലും അങ്ങ് മറന്നു പോകും. കാണാത്ത കാണുമ്പോൾ അഹങ്കരിക്കുന്നവരുണ്ട്. കിട്ടുന്നത് എന്തെങ്കിലും നമുക്ക് കിട്ടുമ്പോൾ ഭഗവാനേ ഇത് അവിടുന്ന് തന്നതാണെന്നോ നന്ദിയൊക്കെ ഈശ്വരന് പറഞ്ഞിട്ട് അത്രത്തോളം വിനയവും കാണിക്കും. അത് നിലനിന്ന് പോകും. നമുക്ക് തന്നെ അനുഭവം തന്നെ നമുക്ക് തന്നെ അറിയാം. ഞാനാണെങ്കിൽ എൻ്റെ അനുഭവമാണെങ്കിൽ എൻ്റെ കുഞ്ഞുനാളൊട്ടേ ഇപ്പോഴേ എനിക്ക് ഒരേ സമമാണ് ഏറ്റക്കുറച്ചിൽ. എന്നുവെച്ചാൽ രായും പകലും ഉള്ളതുപോലെ സുഖദുഃഖങ്ങൾ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ എന്നാലും എനിക്ക് ഒരേ അനുഭൂതി തന്നെ, ഒരേ സമം, ഏറ്റവും ഇല്ല കുറച്ചിലും ഇല്ലാത്തതുപോലെ ഒരു രീതിയിൽ സമത്വത്തിൻ്റെ പേരിൽ അങ്ങ് ജീവിതം പോകുന്നു. അതാണ് ഒരു ഭക്തനായാൽ അങ്ങനെയാണ്. നമുക്ക് കൂടുതലും വേണ്ട കുറവും വേണ്ട, ഒരിടത്തരം ജീവിതത്തിൽ അങ്ങ് പോയാൽ മതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് വരും? അതാണ് താഴ്മ. താണ നിലത്തേ നീരോടൂ, അവിടെ ഈശ്വരൻ തുണയുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു ശ്ലോകം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഗോപസ്ത്രീകൾക്ക് അഹങ്കാരം വർദ്ധിച്ചത് കിട്ടാത്തത് കിട്ടി, ഈശ്വരനെ കിട്ടി, അത് കൃഷ്ണനെ കിട്ടി എന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിൽ എല്ലാവരിലും വന്നു. എനിക്ക് കിട്ടി എന്നുള്ള രീതിയിൽ അവർ പതുക്കെ കൃഷ്ണനെ അങ്ങ് മറന്നിട്ട് അവരങ്ങ് സ്വയം അങ്ങ് പുകഴ്ത്തുക. അപ്പം അത് നമുക്ക് വായിക്കാം. ദശകം 67 ഗോപി ഗർവ പ്രശമനം. അഹങ്കാരമാണ് ഗർവെന്ന് പറയുന്നത്. ആ ഗോപസ്ത്രീകൾക്ക് ഗർവ് വന്നു, അഹങ്കാരം വന്നു. അത് നമുക്ക് ശ്ലോകം 1 വായിക്കാം. സ്ഫുരൽ പരാനന്ദരസാത്മകേന ത്വയാ സമാസാദിത ഗോഭോഗലീല അസീമാനന്ദഭരം പ്രപന്ന മഹാന്തം ആപുർമദം അംബുജാക്ഷ്യ. സ്ഫുരൽ പരാനന്ദരസാത്മകേന ത്വയാ സമാസാദിത ഭോഗലീല അസീമം ആനന്ദഭരം പ്രപന്ന മഹാന്തം ആപുർമദം അംബുജാക്ഷ്യ. ഇവിടെ ഭട്ടതിരിപ്പാട് ഭഗവാനോട് പറയുന്നു, നാരായണ, കൃഷ്ണ, ഗുരുവായൂരപ്പ, അങ്ങ് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന പരമാത്മാവാണ് കൃഷ്ണനെന്ന് ഈ ഗോപസ്ത്രീകൾക്ക് അറിയത്തില്ലല്ലോ. ഭഗവാൻ പ്രകാശമാണ്, അത് പരമാനന്ദമാണ്, പരമാനന്ദ സ്വരൂപമാണ്. ഭഗവാൻ പരമാത്മാവാകുന്നു. ഈ കൃഷ്ണരൂപി രൂപമെടുത്തു, പരമാത്മാവ് രൂപമെടുത്തു.
ദേവകിയമ്മയിൽ നിന്ന് രൂപമെടുത്തു. പ്രപഞ്ചത്തിൽ പ്രകൃതിയിൽ നിന്ന് ഭഗവാന്റെ തന്നെ മായ, വിഷ്ണുമായയിൽ നിന്ന് ഭഗവാൻ രൂപമെടുത്തപ്പോൾ ഇവിടെ ആ പരമാത്മാവ് അല്ലാതെ മാറുമോ? കൃഷ്ണൻ്റെ ഉള്ളിൽ ആ കൃഷ്ണൻ ആരാ? പരമാത്മാവാണ്. അതെന്താണ്? അത് പ്രകാശമാണ്. പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാൻ പരമാനന്ദ സ്വരൂപനായ അങ്ങയുമായി, കൃഷ്ണനുമായി സുഖമായി രതിലീലയിൽ മുഴുകാൻ അവസരം ലഭിച്ച ഗോപാംഗനമാർ സീമയില്ലാത്ത ആനന്ദം നേടി. അപ്പോൾ ആ ഗോപികൾ എന്താ വിചാരിക്കുന്നത്? അവരുടെ എന്തോ എന്താ പറയുക, സൗന്ദര്യം കൊണ്ടോ ഭഗവാൻ അവരിലെ വശംവദനായി എന്നൊക്കെ അവരുടെ തോന്നൽ. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ ആർക്കും എന്തും കൊടുക്കാൻ സമുദ്രം പോലെ കയ്യിലുണ്ട്. പരമാത്മാവിൻ്റെ ആണല്ലോ സർവ്വതും. അപ്പോൾ അവിടെ എന്തിനെങ്കിലും കുറവുണ്ടോ? ഇവരത്രത്തോളം ആർത്തി കൊണ്ട് നിലവിളിച്ചപ്പോൾ ഞങ്ങളെ പറഞ്ഞു വിടല്ലേ, ഞങ്ങൾക്ക് ഭഗവാനോടൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ സമ്മതിച്ചു. അങ്ങനെ അവർ ക്രീഡ നടത്തിയപ്പോൾ അവർ അത്രമാത്രം ആനന്ദം, ബ്രഹ്മാനന്ദാനുഭൂതി ലയിച്ചപ്പോൾ അവർക്ക് അഹങ്കാരം കൂടെ വന്നു. അപ്പോൾ സീമയില്ലാത്ത ആനന്ദം, അളവില്ലാത്ത ആനന്ദം നേടി വലിയ അഹങ്കാരികളായിപ്പോയി. ഭഗവാൻ തങ്ങൾക്ക് വശങ്കതനാണെന്നുള്ള ഒരു തോന്നൽ അവർക്ക് വന്നൊരു ഹുങ്ക് വന്നു, ഒരു അഹങ്കാരം. ഞങ്ങൾക്കുള്ള അടുക്കൽ ഭഗവാൻ ഇങ്ങ് വന്നു ചേർന്നു, ഭഗവാൻ അവിടെ കൊച്ചുമായി ഇവരവിടെ വലുതുമായി കഴിയുന്നു. അതാണ് അഹങ്കാരം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. ഭഗവാനിലും വലിയ എന്തോ സൗന്ദര്യം വല്ലതും ഉള്ളതുകൊണ്ടായിരിക്കും കൃഷ്ണൻ നമുക്ക് വശംവദനായെന്നുള്ള ചിന്ത അവരുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഇങ്ങനെ നിഴലിച്ചു. അപ്പോൾ മനസ്സിലാക്കണം, അഹങ്കാരം എന്ന് പറയുന്നത് എന്താണ്? കൊടുത്ത ആളിനേക്കാളും കവർ ചെയ്യുന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പോൾ ഭഗവാൻ അവിടെ താഴെ ആയിക്കഴിഞ്ഞു. ഇത്രയെല്ലാം സന്തോഷം അനുഭവിച്ചോട്ടെ എന്ന് കൊടുത്തപ്പോൾ ഒരു കൃപ ഭഗവാനിൽ നിന്നാണ് കൊടുത്തതെന്നുള്ളതായിരിക്കും അവർക്കറിയില്ല. ഈശ്വരൻ വിചാരിച്ചിട്ടേ അത് കിട്ടു. അവർക്ക് ബ്രഹ്മാനന്ദാനുഭൂതി അവർ ധരിക്കുന്ന ഈ ലോകത്തിൽ എന്തോ ഒരു ഭൂതിയാണെന്നാണ്. അവർക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ ലയിക്കണമെങ്കിൽ ഭഗവാൻ ആരാ? പരമാനന്ദമൂർത്തിയല്ലേ. അപ്പോൾ അത്രമാത്രം ആനന്ദലഹരിയിൽ മുഴുകാൻ ഭഗവാന് പറ്റും. എൻ്റെ അച്ഛൻ തന്നെ എനിക്ക് ധ്യാനത്തിലിരുന്നപ്പോൾ ആ പ്രകാശം തന്നത് അച്ഛൻ്റെ ഒരു ആ ഈശ്വരശക്തിയിൽ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ സാധാരണക്കാർക്ക് കിട്ടത്തില്ല, കൊടുക്കാൻ പറ്റത്തില്ല. അതുപോലെ ഭഗവാൻ അവിടെ ഇത് കൊടുത്തപ്പോൾ അവർക്ക് അഹങ്കാരം വന്നു. അപ്പോൾ നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. ശ്ലോകം 2. നിലീയതേ സൗമയിമയ്യമായം രമാപതിർ വിശ്വമനോഭിരാമ ഇതി സ്മ സർവാ കലിതാഭിമാന നിനീക്ഷ്യ ഗോവിന്ദ തിരോഹിതോ ഭൂ. നിലീയതേ സൗമയിമയ്യമായം രമാപതിർ വിശ്വമനോഭിരാമ ഇതി സ്മ സർവാ കലിതാഭിമാന നിനീക്ഷ്യ ഗോവിന്ദ തിരോഹിതോ ഭൂ. ലോകത്തെ മുഴുവൻ രമിപ്പിക്കുന്ന ലോകൈക സുന്ദരനായ ഈ രമാകാന്തൻ നിർവ്യാജമായി എന്നിൽ മുഴുകിയിരിക്കുന്നു. ഓരോരുത്തരും പറയുക ഈ നിർവ്യാജമായ, കാരണം ഒരു കള്ളമില്ലാതെ എനിക്ക് കിട്ടി. കൃഷ്ണന് ഒരു കളങ്കവുമില്ല, സത്യമായിട്ടും അവരവർക്ക് കിട്ടി എന്നുള്ള ചിന്തയാണ് എല്ലാവർക്കും ആയി. ഭഗവാൻ എല്ലാ ലോകത്തിൽ മൊത്തം എല്ലാവരും ഇതുപോലെ ചെയ്യുന്ന ആളാണ്. ഒരാൾക്ക് മാത്രമുള്ളതല്ല, ലോകം മുഴുവൻ രമിപ്പിക്കുന്നു. ആർക്ക് വേണം? എല്ലാവർക്കും വേണമെങ്കിൽ ഭഗവാൻ എല്ലാവരെയും രമിപ്പിക്കും. അങ്ങനെ ലോകൈക സുന്ദരനാണ് ഈ രമാകാന്തൻ. അതൊരാൾക്ക് മാത്രം ഉള്ളതാണെന്നാണ് അവർ ധരിക്കുന്നത്. അവർക്ക് അറിയില്ല. നിർവ്യാജമായി എന്നിൽ മുഴുകി എന്ന് പറയുമ്പോൾ ഭഗവാൻ അവരുടെ വശംവദനായെന്നല്ലേ. അവരുടെ സൗന്ദര്യവും മറ്റോ കണ്ട് ഭഗവാൻ മറ്റാർക്കും ഉള്ളതല്ല, എനിക്കുള്ളതാണ് എന്നൊരു തോന്നലല്ലേ. എന്നൊരു ഭക്തൻ അങ്ങനെ തോന്നുമോ? ഭക്തൻ വിചാരിക്കും എന്നെപ്പോലെ സർവ്വെണ്ണത്തിനും ഭഗവാൻ വേണം. ആര് പ്രാർത്ഥിച്ചാലും ആര് കരഞ്ഞാലും അവരുടെ കൂടെ ഒക്കെ ഭഗവാൻ നിൽക്കണം. കാരണം ഭഗവാൻ ഏകനാണ്, നമ്മൾ അനേകരാണ്. ഏകനായ ഈശ്വരൻ എല്ലാവർക്കും കൊടുക്കണമെങ്കിൽ ഒരാൾക്ക് മാത്രം കൊടുക്കാൻ പറ്റൂ? എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കണ്ടേ ഭഗവാന്? അപ്പോൾ പരമാത്മാവ് സമുദ്രം പോലെ ഉള്ള, ആർക്കും കൊടുക്കാൻ ഒരു മടിയുമില്ല, ഇഷ്ടം പോലെ ഉണ്ട് താനും. എത്രമാത്രം രമിപ്പിക്കണോ അത്രമാത്രം ഭഗവാനിലുണ്ട്. അത് പരമാനന്ദമൂർത്തിയാണ്. അപ്പോൾ അല്പം പരമാനന്ദ ലഹരിയിൽ മുഴുകിയപ്പോൾ അവർ ധരിച്ചു അതെൻ്റെ കൃഷ്ണൻ എനിക്ക് കിട്ടി, എന്നിൽ നിഷ്കളങ്കമായി കിട്ടി എന്ന് വെച്ചാൽ സ്വന്തമായി ഒരു കളങ്കമില്ലാതെ ഭഗവാൻ എന്നിൽ ചേർന്നു എന്ന് അവർക്കൊരു തോന്നിയൊരു അഹങ്കാരം കൂടങ്ങായി. അങ്ങനെ എന്നിൽ മുഴുകിയിരിക്കുന്നു എന്നിങ്ങനെ ആ ഗോപസുന്ദരിമാർ അഹങ്കരിക്കുന്നത് കണ്ടു ഭഗവാൻ. അത് കണ്ടു മനസ്സിലാക്കി. അപ്പോൾ എന്ത് വന്നു? ഭർത്തൃപാട് പറയുക, അങ്ങനെ കണ്ടപ്പോൾ ഭഗവാനെ ഗോവിന്ദ കൃഷ്ണ ഗുരുവായൂരപ്പ അങ്ങ് നിന്ന നിൽപ്പിൽ തന്നെ തിരോഭവിച്ചു. അങ്ങനെ നിന്നുകൊണ്ട് തന്നെ ഭഗവാൻ എന്ത് ചെയ്തു? അപ്രത്യക്ഷമായി തിരോഭവിച്ചു. അപ്പോൾ ഈ സ്ത്രീകളവിടെ എന്ത് ചിന്തിക്കും?
ഇനി ആരെ പിടിച്ച് പറയും എനിക്ക് കിട്ടി എനിക്ക് കിട്ടിയെന്ന്? അവർക്ക് ഉള്ളിലിരിക്കുന്ന കൃഷ്ണനെ അറിയില്ലല്ലോ. പരമാത്മാവിനെ അവർക്ക് ഉണ്ടെങ്കിൽ ശരിയാ. അവർക്ക് അറിയണമെങ്കിൽ അവർ കുറേ കൂടെ പക്വത പിടിച്ച് വളർന്ന് അനുഭവത്തിൽ കൂടെ ധ്യാനിച്ചും മനസ്സിലാക്കിയും പ്രാർത്ഥിച്ചും ഉള്ളിലാക്കുമ്പോഴേ അവർക്ക് കിട്ടൂ. അതുവരെ ലൗകികമായ കൃഷ്ണനെയാണ് അവർ കരുതിയിരിക്കുന്നത്. അത് അപ്രത്യക്ഷമായി ഇനി അവരെന്ത് ചെയ്യും? അവരങ്ങ് സ്നേഹിച്ചും പോയി, അവിടെ ലയിച്ചു പോയി. ഇനി അവരിടന്ന് കുറേ കരയണം, കുറേ തിരക്കണം. അങ്ങനെ തിരക്കട്ടെ. ഭഗവാനും വിചാരിച്ചു അഹങ്കാരം ഒന്ന് കുറയട്ടെ. ഭഗവാൻ അങ്ങനെ അപ്രത്യക്ഷമായി നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇതേ ഉള്ളൂ. എന്ത് കിട്ടിയാലും, കൃപ കിട്ടിയാലും, ലൗകികമായ സുഖം കിട്ടിയാലും ഒന്നും കൂടെ മാവിലെ കൊമ്പ് മാങ്ങ മുറ്റി വരുമ്പോൾ ആ മാങ്കൊമ്പ് വളയുന്നത് പോലെ നമ്മൾ വളഞ്ഞ് താഴേക്ക് വരുന്നതാണ് വിനയം, താഴ്മ. നെല്ല് കണ്ടിട്ടില്ലേ? കതിര് മുറ്റി വരുമ്പോൾ ആ കതിര് വളഞ്ഞു കിടക്കുന്ന കൊമ്പിനെ നിൽക്കുമോ? മുമ്പ് മേലോട്ട് പൊങ്ങി നിൽക്കൂ? അതെന്താ കാരണം? അത് വിളഞ്ഞു വരുമ്പോൾ അത് വിനയം കാണിക്കുന്നു. അത്രമാത്രം അതിനകത്ത് അറിവ് നേടി. അതിനകത്ത് പാല് മുറ്റി അത് ഉറഞ്ഞ അരിയായി. അത് അത്രമാത്രം അത് അറിവ് നേടി വന്നു. അപ്പോൾ അത് വിനയം കൊണ്ട് അത് വളഞ്ഞു. കതിര് വളയുന്ന കണ്ടില്ലേ നിലത്തിലെ നെല്ല്? അതുപോലെ നമ്മളെല്ലാവരും അറിവ് കിട്ടുന്തോറും നമ്മൾ വളഞ്ഞുകൊണ്ടിരിക്കണം. താഴ്മ എന്ന് പറയുന്ന നല്ല കൂനിപ്പിടയ്ക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ അത്രത്തോളം വഴങ്ങണം ഭഗവാനോട്. അത്രമാത്രം വിനയവും ഭക്തിയും വർദ്ധിക്കണം. നന്ദി പറയണം ഈശ്വരനോട്. ഭഗവാനെ എല്ലാം തന്നു, അവിടേക്ക് നന്ദി അർപ്പിക്കണം. എപ്പോഴും ജനങ്ങളോടും ഭഗവാന്റെ ഭക്തന്മാരോടും ഭഗവാനെ കാണുന്നത് പോലെ കാണണം. സർവ്വജനങ്ങളോടും സർവ്വ ജീവജാലങ്ങളോടും നമ്മൾ അത്രമാത്രം വിനയത്തോടും സ്നേഹത്തോടും ഭക്തിയോടും ചെയ്യുമ്പോഴാണ് ഭഗവാൻ നമ്മളോട് ഇഷ്ടം തോന്നുന്നതും എപ്പോഴും പരമാനന്ദാനുഭൂതി നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോഴ് എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.